വളകാപ്പ് ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കുട്ടി വളരെ നേരത്തെ റെഡി ആയതുകൊണ്ട് വളരെ നേരത്തെ ഹാളിൽ എത്തേണ്ട ഒരു അവസ്ഥ. ഇതാണ് ആ ഹാളിൽ എത്തിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അവിടെ എല്ലാം അറേഞ്ച്ഡ് ആയിരുന്നു ഓൾറെഡി. സത്യം പറഞ്ഞ ലൈഫിൽ ആദ്യമായിട്ട് വളകാപ്പ് ഫംഗ്ഷൻ അറ്റൻഡ് ത്രില്ലായിരുന്നു ഞാൻ. അതും സ്വന്തം വളകാപ്പാണെന്ന് പറയുമ്പോൾ അതിനെക്കാട്ടിലും ത്രില്ലിലായിരുന്നു. അങ്ങനെ ഒരിക്കൽ കൂടെ ഞങ്ങൾ വിവാഹിതരായി ഗൈസ്. ചടങ്ങ് ഏതാണ്ട് പകുതി ആയപ്പോഴത്തേന് എന്റെ വേറെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കിയിരുന്നു, വിശക്കുന്നേ ഫുഡ് തായോ എന്ന്. അങ്ങനെ വിശന്നിരിക്കുന്നതിന് മുൻപ് ബിരിയാണി കിട്ടിയ എന്താവും അവസ്ഥ, അതായിരുന്നു അപ്പോഴത്തെ എന്റെ അവസ്ഥ. ഇങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ പെട്ടെന്ന് വീടും നാടും ഒക്കെ ആയിരിക്കും നമുക്ക് മിസ് ചെയ്യുന്നത്. പക്ഷെ എനിക്കത് തോന്നിയേയില്ല. കാരണം ഇതെനിക്കൊരു ഫാമിലി ഫംഗ്ഷൻ പോലെ ആയിട്ടാണ് തോന്നിയത്. ഇവിടെ വന്ന ഓരോരുത്തരും ഈ ഫംഗ്ഷൻ ഇത്രത്തോളം കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ കുറെ ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ യു ആർ ബ്ലെസ്ഡ്. ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴോ എന്റെ അമ്മയും കൂടെ ഈ ഫംഗ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. സത്യം പറഞ്ഞ ഇവരൊക്കെയാണ് ഇത്രത്തോളം എന്നെ ഫംഗ്ഷൻ ഇടയ്ക്ക് കംഫർട്ടബിൾ ആക്കിയത്. അപ്പോ ഒരിക്കൽ കൂടെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.